PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. 8ാം ക്ലാസ്സിലെ തന്നെ 10ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ്. ഓക്കെ, ഭൂമിയുടെ പുതപ്പ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ തന്നിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് പരിപാലിക്കുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ദിനത്തിൽ ഞാൻ ഒരു മരത്തെ നട്ട് അത് വലുതാകുന്നത് വരെ പരിപാലിക്കും. ഓക്കെ, അപ്പോൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ഇതാണ് തന്നിട്ടുള്ളത്. ഒരു മുദ്രാവാക്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിജ്ഞ വായിക്കുമ്പോൾ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ടുള്ളത് എന്താണ് അന്തരീക്ഷം. ഓക്കെ, എന്താണ് അന്തരീക്ഷം എന്നുള്ളത് നമുക്കറിയണം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇതിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ജീവഗൃഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജം സംഭരിക്കുന്നത് ഏതിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇതിലൂടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യും. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറന്തള്ളുന്നു. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായുവിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് നമുക്കറിയാവുന്നതാണ് അല്ലേ? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തു വിടുമ്പോൾ ആ ഓക്സിജനാണ് നമ്മൾ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പ്രാണവായുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണവായു നിലനിർത്തുന്നതിൽ ആർക്ക് പങ്കുണ്ട്? സസ്യങ്ങൾക്ക് മെയിനായിട്ടുള്ള പങ്കുണ്ട്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളതെന്നും അവ ഓരോന്നും ഏതെല്ലാം വിധത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അന്തരീക്ഷ സംരചന, അതായത് അറ്റ്മോസ്ഫറിക് കോമ്പോസിഷൻ. ഓക്കെ, അറ്റ്മോസ്ഫറിക് കോമ്പോസിഷൻ അഥവാ അന്തരീക്ഷ സംരചന. ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ് അല്ലേ? വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. നമുക്ക് നോക്കാം. അന്തരീക്ഷ വാതകങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അറ്റ്മോസ്ഫറിക് ഗ്യാസസ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല മറ്റുള്ള വാതകങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഓരോ വാതകങ്ങളും അവ എത്രത്തോളമാണ്, അതിൻ്റെ അളവ് പെർസെൻറ്റേജ് എത്രത്തോളമാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഓക്സിജൻ 20.95% എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 78.08%. മറ്റു വാതകങ്ങൾ എന്ന് പറയുന്നതാണ് ഇവിടെ കുഞ്ഞായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ. 78.08% എന്താണ്? നൈട്രജൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ 20.95%. പിന്നീട് മറ്റു വാതകങ്ങളിൽ വരുന്നതാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ, സെനോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും അളവ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാകുന്നുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ എന്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ശ്വസന പ്രക്രിയയ്ക്കായിട്ട് മനുഷ്യരും മറ്റു സസ്യജാലങ്ങളും അല്ലെങ്കിൽ ജന്തുജാലങ്ങളും എന്തുപയോഗപ്പെടുത്തുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായിട്ടുള്ള നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു അല്ലെ. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായിട്ടുള്ള നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ എന്നിവയ്ക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിലെ ജലാംശം, വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഘടകമാണ് ജലതന്മാത്രകൾ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നുവെന്നും നമുക്കറിയാം അല്ലേ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിന് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലതന്മാത്രകൾ എന്തിലൂടെ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ എന്തായിട്ട് മാറുന്നു? നീരാവിയായി പോയി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു എന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയാണോ? അല്ല. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണപ്പെടുന്നു. അപ്പോൾ ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ജലാംശവും കൂടുതലായിരിക്കും. അതുപോലെ ഉപരിതല ജലസ്രോതസ്സുകളായിട്ടുള്ള സമുദ്രങ്ങൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ എന്തായിരിക്കും? ജലാംശം കൂടുതലായിട്ട് ഉണ്ടാകും. ഇനി അടുത്തത് പൊടിപടലങ്ങൾ. ഓക്കെ, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും എന്തിൻ്റെ ഭാഗമാണ്? അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് മുഖ്യമായും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നോക്കുക, പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാവുന്ന ചാരം. ഓക്കെ, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാവുന്ന ചാരം. ഇങ്ങനെയൊക്കെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഘനീകരണം എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാലാണ് ഇവയെ ഘനീകരണ മർമ്മം, കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അല്ലേ. നമുക്കറിയാം, ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹരിതഗൃഹമാവുന്ന അന്തരീക്ഷം. നോക്കുക,
ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് സ്ഫടിക തലങ്ങൾക്ക് സൗരോർജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങളിൽ നിർമ്മിക്കുമ്പോൾ എന്തുപയോഗിക്കുന്നത്? സ്ഫടികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സ്ഫടിക തലങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? സൗരോർജത്തെ ഉള്ളിലേക്ക് കടത്തിവിടുവാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുവാനുമുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിർത്താനാവുന്നു. കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനായിട്ട് ഈ സ്ഫടികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ഫടികത്തിൻ്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യരാജ്യങ്ങൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹരിതഗൃഹം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതായത് ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയുന്നു. ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള താപം എന്ത് ചെയ്യുന്നു? ഉള്ളിൽ നിലനിർത്താനായിട്ടാണ് ഈ ഹരിതഗൃഹം എന്ന് പറയുന്നത് സഹായിക്കുന്നത്. അതിനാൽ ഇവയെ എന്ത് വിളിക്കുന്നു? ഹരിതഗൃഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൗമവികിരണത്തെ തടഞ്ഞ് സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള താപം ഉള്ളിൽ തന്നെ നിലനിർത്തുന്ന ഇതിനെയാണ് ഹരിതഗൃഹങ്ങൾ എന്ന് വിളിക്കുന്നത്, ഗ്രീൻ ഹൗസസ് എന്ന് വിളിക്കുന്നത്. ഇനി അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടുവാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? സൗരതാപനത്തെ കടത്തിവിടുവാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ എന്ത് പറയുന്നു? ഹരിതഗൃഹവാതകങ്ങൾ എന്നും പറയുന്നു. ഹരിതഗൃഹ വാതകങ്ങൾ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിലും ഹരിതഗൃഹവാതകങ്ങളിൽ ഉണ്ടാവുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹ പ്രവാഹം എന്തിനാവശ്യമാണ്? ജീവന്റെ നിലനിൽപ്പിന് ഹരിതഗൃഹ പ്രവാഹം ആവശ്യമാണ്. എന്നാൽ ഹരിതഗൃഹവാതകങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. മനുഷ്യന്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായിട്ടും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനം, ജൈവവസ്തുക്കളുടെ ജീർണനം തുടങ്ങി സ്വാഭാവിക മാർഗങ്ങളിലൂടെയും ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ, മരം മുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഹരിതഗൃഹവാതകങ്ങൾ എവിടെ എത്തുന്നത്? അന്തരീക്ഷത്തിൽ എത്തുന്നത്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനം, ജൈവവസ്തുക്കളുടെ ജീർണനം തുടങ്ങിയിട്ടുള്ള സ്വാഭാവിക മാർഗങ്ങളിലൂടെയും എന്തെത്തുന്നുണ്ട്? ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. കൂടാതെ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ, ധാതു ഇന്ധനങ്ങൾ കത്തിക്കുക, മരം മുറിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. വർദ്ധിച്ച തോതിൽ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതിന് കാരണമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. നോക്കുക, മരം മുറിച്ചിട്ടിരിക്കുന്നതും വാഹനങ്ങളിൽ നിന്നുള്ള പുകയും ഫാക്ടറിയിൽ നിന്നുള്ള പുകയും എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലും സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫാക്ടറികളിൽ നിന്നുള്ള പുകയായാലും മരം മുറിക്കുന്നതായാലും കാറിൽ നിന്നുള്ള പുകയായാലും എല്ലാം തന്നെ വണ്ടികളിൽ നിന്നുള്ള വാഹനങ്ങളിൽ നിന്നുള്ള പുകയും എല്ലാത്തിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതകം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന സ്വതന്ത്രമാക്കപ്പെടുന്ന റിലീസ് ചെയ്യുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അടുത്തത് നോക്കുക, മാറുന്ന അന്തരീക്ഷ സ്ഥിതി. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയവ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പ്രതിവർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടാണ് കണക്ക്. 6000 മെട്രിക് ടൺ.
അതായത് 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ ആണ്. ഓക്കെ, 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അങ്ങനെ 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിൽ തള്ളിവിടുന്നത്, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായിട്ടുള്ള ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനമുണ്ടാക്കിയതായി പഠനങ്ങൾ തെളിയിക്കുന്നു. ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആഗോളതാപനം എങ്ങനെയാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നത്? നോക്കുക, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്രജലനിരപ്പ് ഉയരും. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ, ആഗോളതാപനം എന്ന് പറഞ്ഞാൽ താപനില കൂടുകയാണ്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് എന്ത് ചെയ്യും? ഉരുകും. അത് സമുദ്രജലനിരപ്പ് ഉയർത്തും. ദെൻ സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴി തെളിയിക്കും. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് എന്ത്? ആഗോളതാപനം കാരണം നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനുണ്ടാവുന്ന ഭീഷണി എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണിത്? ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടുകൂടി നിലവിൽ വന്നു. 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടുകൂടി നിലവിൽ വന്ന ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 2012 ഹരിതഗൃഹവാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ 35 വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഭൂമിക്ക് കുടയായി ഓസോണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്നാണ് പറയുന്നത്. ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഓസോൺ പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു. ഓസോൺ പാളി എന്തിനാണ് സഹായിക്കുന്നത്? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓസോൺ പാളിയാണ്. ഇനി ഓസോണിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയാണ് ഓസോണീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസോണിൻ്റെ രൂപീകരണം എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്ത് ചെയ്യുന്നു? സാധാരണ ഓക്സിജൻ തന്മാത്രകളെ, സാധാരണ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? O2 ആണ്. O2 എന്ന് പറയുന്ന ഓക്സിജൻ തന്മാത്രയെ വിഘടിപ്പിക്കുന്നു. അത് വിഘടിച്ച് 2O ആയിട്ട് മാറി. ഓക്കെ, അത് വിഘടിച്ച് എന്തായി മാറി? 2O ആയിട്ട് മാറി. ഈ 2O ആയിട്ട് മാറുന്ന ഓക്സിജൻ തന്മാത്രകളായിട്ട് മാറുന്നു. ഈ ഒരു ഓക്സിജൻ മറ്റുള്ള ഒരു സാധാരണ ഓക്സിജൻ, അതായത് O2 ആയിട്ട് സംയോജിപ്പിക്കുന്ന സമയത്ത് അതെന്താവും? O2 പിന്നെ ഒരു ഓയും കൂടെ ചേർന്നിട്ട് O3 ആയിട്ട് മാറും. അതാണ് ഓസോൺ, അതാണ് ഓസോണീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു ഓക്സിജൻ തന്മാത്ര O2വിനെ വിഘടിപ്പിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ കിരണങ്ങൾ വിഘടിപ്പിച്ച് 2 ഓക്സിജൻ തന്മാത്ര O എന്നായിട്ട് മാറി. അത് വീണ്ടും ഒരു സാധാരണ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സിജൻ O2 + O എന്ന് പറയുമ്പോൾ O3 ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്താവുന്നത്? ഓസോണിൻ്റെ രൂപീകരണം നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത അല്ലെങ്കിൽ എന്താണ്? നിശാതിമിരം,
തൊലിപ്പുറത്തുണ്ടാവുന്ന ക്യാൻസർ. ഓക്കെ, കാലാവസ്ഥാ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത അല്ലെങ്കിൽ നിശാതിമിരം, തൊലിപ്പുറത്തുണ്ടാവുന്ന ക്യാൻസർ, ഇതെല്ലാം അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ്. ഇനി റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് ഇതൊക്കെ. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവ. ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ട് കണക്കാക്കുന്നു. ബ്രോമിൻ ആവട്ടെ ഇതിൻ്റെ 40 മടങ്ങും. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാവുന്ന ശോഷണത്തെയാണ് ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓസോൺ സുഷിരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സായിട്ടുള്ള റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ്, ഇതിൽ നിന്നും വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങൾക്ക് എവിടെ അന്തരീക്ഷത്തിൽ ദീർഘകാലം മാറ്റമൊന്നുമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ ഈ വാതകങ്ങൾ എന്ത് ചെയ്യും? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് മാറ്റപ്പെടും. ഈ ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. ബ്രോമിൻ ആണെങ്കിലോ 40 മടങ്ങും. ഇങ്ങനെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാവുന്ന ശോഷണത്തെയാണ് ഓസോൺ സുഷിരം, ഓസോൺ ഹോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തത് നോക്കുക, മോൺട്രിയൽ പ്രോട്ടോകോൾ. നമ്മൾ നേരത്തെ ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു, ഹരിതഗൃഹ വാതകങ്ങളെ അല്ലേ. അപ്പോൾ അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടിയുടെ നടപ്പിലാക്കലിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അടുത്തത് ഓസോൺ പാളി സംരക്ഷിക്കാൻ. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. അപ്പോൾ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്നുള്ളത് ഓർത്തിരിക്കുക. സെപ്റ്റംബർ 16. അന്തരീക്ഷ സംരചനയിലെ സവിശേഷതകളെക്കുറിച്ചും അതിലെ വിവിധ ഘടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി സംരചന എന്നതുപോലെ തന്നെ സവിശേഷമായിട്ടുള്ള ഘടന കൊണ്ടും നമ്മുടെ അന്തരീക്ഷം ജീവജാലങ്ങൾക്ക് മേൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ നമ്മളിനി പഠിക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അതിന് മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപമില്ല. അതിനാൽ 90 കിലോമീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്ന രണ്ട് ഭാഗം. വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. കാണുന്നുണ്ടല്ലോ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഓക്കെ, അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ. മീസോസ്ഫിയർ, മീസോപാസ്, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രോപ്പോസ്ഫിയറെ കുറിച്ചാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. 13 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിപ്പിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ വരെ ഉയരമുണ്ട് ട്രോപ്പോസ്ഫിയറിന്.
മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ പറ്റി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഈ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്? ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് വീതം താപം കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ്. അപ്പോൾ എന്താണ് ഈ സംക്രമണ മേഖല? ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അപ്പോൾ സംക്രമണ മേഖല എന്താണെന്ന് അറിയണം. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും അതിനെ രണ്ടിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ വരുന്ന അന്തരീക്ഷ ഭാഗത്തെയാണ് സംക്രമണ മേഖല എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായിട്ട് യഥാക്രമം ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ് എന്നീ സംക്രമണ മേഖലകളുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ അന്തരീക്ഷ മണ്ഡലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖലയാണ് സംക്രമണ മേഖല. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അടുത്താണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു. അല്ലേ, ഇവിടെ ട്രോപ്പോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുകളിലായിട്ട് സംക്രമണ മേഖലയായിട്ടുള്ള ട്രോപ്പോപാസ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രോപ്പോപാസിൽ നിന്നും 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ആളാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് സമതാപ മേഖല? സ്ട്രാറ്റോസ്ഫിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? താപനിലയിൽ മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമൊന്നും വരാത്ത മേഖലയായതുകൊണ്ടാണ് ഇതിനെ സമതാപ മേഖല എന്ന് പറയുന്നത്. ഓസോൺ പാളി ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഓസോൺ പാളി കാണുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായുറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ട്രോപ്പോസ്ഫിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? മേഘരൂപീകരണം, ഇടി, മിന്നൽ, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ളത്. അടുത്തത് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിലാണ് അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനില -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതെവിടെയാണ് അനുഭവപ്പെടുന്നത്? മീസോപാസിലാണ്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയായിട്ടുള്ള മീസോപാസിലാണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് മീസോസ്ഫിയർ. അടുത്തത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? മീസോസ്ഫിയറിൽ പറഞ്ഞത് ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. തെർമോസ്ഫിയറിൽ കൂടുതലായിട്ടാണ് വരുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? അയണോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂരം പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ ഇതും ചോദിക്കാറുള്ളതാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ കാണപ്പെടുന്നത് എവിടെയാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന്
പറയുന്നത്. ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് അയണോസ്ഫിയർ? അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകൾ എന്താക്കി മാറ്റുന്നു? അയോണുകളാക്കി മാറ്റുന്നു. ആ പ്രക്രിയ അയോണീകരണം എന്നറിയപ്പെടുന്നു. ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രേഷണം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.